എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരും രവിയേട്ടന്റെയും എന്റെയും നമസ്കാരം. നമസ്കാരം. യാത്ര തുടർന്നു. ഏതായാലും ഇന്നത്തെ കവിത എന്താണ്? ഇന്നത്തെ നമ്മുടെ ഹരിദ്വാര ഗംഗയിൽ കവി വലിയ സഞ്ചാരപ്രിയനായിരുന്നു. ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് കേരളം മുഴുവൻ. NV കൃഷ്ണവാര്യർ പറഞ്ഞിരിക്കുന്നു, കുഞ്ഞിരാമൻ നായർ കയറാത്ത ഒരൊറ്റ കേരള ക്ഷേത്രമോ കേരള ഗ്രാമമോ ഉണ്ടാവില്ല എന്നാണ്. അതിന് അദ്ദേഹത്തിന് മേൽവിലാസം തന്നെ പറയുന്നത് സമസ്ത കേരളം പിയോ എന്നാണ്. അങ്ങനെ D വിനയേന്ദ്രൻ ഒരു കവിത പോലും ഉണ്ട് അങ്ങനെ ഒന്നും. കവിനെ കുറിച്ച് ഒരുപാട് പേര് കവിതയുണ്ട്. ഇത്രയും ഒരു കവിയെ കുറിച്ച് ഇത്രയധികം കവിതയുടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ട് വേറെ ഇല്ല. ശങ്കരക്കുറുപ്പ് മുതൽ നമ്മുടെ നാട്ടിലെ ഇയാള് വരെ കവിത എഴുതി, ചെറിയ യുവ ബാലത കവി വരെ. അപ്പൊ കവി ഇങ്ങനെ എന്നിട്ട് കേന്ദ്രമന്ത്രിയോട് ഒരു പാസിന് വേണ്ടി ചോദിച്ചു, ഇന്ത്യ മുഴുവൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം ഒരു ഫ്രീ പാസ്സൊക്കെ കൊടുത്തു. ഇന്ത്യയിലൊക്കെ ഒരുപാട് സഞ്ചരിച്ച ആളാണ് കവി. അപ്പൊ അങ്ങനെ പോകുമ്പോ എന്നോട് ഹിന്ദി അറിയാവുന്നല്ലോ, എനിക്കും വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് സ്കൂളിൽ ലീവ് എടുക്കണം. പിന്നെന്തോ മാറിപ്പോയി, വേറെ ആരൊക്കെ സ്വാധീനിച്ച് അവര് കൂടെ പോയി. പക്ഷെ എനിക്ക് സ്കൂളിൽ ഈ 10ാം ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം പോവാൻ അവര് സമ്മതിക്കില്ല സ്കൂള്. അപ്പൊ അങ്ങനെ കവി സഞ്ചരിച്ചു, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വണ്ടി കയറിയപ്പോ, കവി പഴയ ഹരിദ്വാർ ഗംഗയിൽ ഋഷികേശ് അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ഞാൻ തനിച്ചാണ്. ഞാൻ SSLC പരീക്ഷ കഴിഞ്ഞിട്ട് ഞാനും ഒറ്റ ഒരു പോക്കാണ്. അച്ഛനോട് ദേഷ്യപ്പെട്ട് ഞാൻ ജോലി നേടി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പോയ പോക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ചെറിയ പ്രായത്തിൽ. ഡൽഹിയിൽ വലിയൊരു അനുഭവം ഉണ്ടായി. ഡൽഹിയിൽ ഞാൻ താമസിക്കുന്ന ഈ ഇവരുടെ ആശ്രമത്തിലാണ്. അവർ ഫ്രീ ആണ്. അപ്പൊ ഒരിക്കൽ വൈകുന്നേരം ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോ അവിടെ ഈ പഞ്ചാബികള് ബാഗ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ അറിയാം, ഒരു ബാഗ് എടുത്തു, ഇതിന്റെ വില എന്താന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെക്കുകയും ചെയ്തു. അപ്പൊ അവരൊരു വില പറഞ്ഞു. ഞാൻ ആ സാധനം അവിടെ വെച്ചു. ഞാൻ പിന്നെ വാങ്ങിക്കാനേ ഉദ്ദേശിച്ചുള്ളൂ. അവരെന്നെ പോവാൻ സമ്മതിക്കുന്നില്ല. അവര് പറഞ്ഞു അത് എനിക്ക് വലിയ അനുഭവമാണ്. ഇവരെന്നെ 3 മണിക്കൂർ പിടിച്ചത് അവിടെ. ഏതാണ്ട് സന്ധ്യ ആവാറായി. ആ സന്ധ്യ ആവാനാകുമ്പോ ഇവരെന്നെ വിട്ടില്ലേ. ഞാൻ എന്റെ റൂം എനിക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റൂല, ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവസാനം കുറെ മലയാളികൾ കൂട്ടായിട്ട് വരുന്ന ഞാൻ അവരോട് പറഞ്ഞ് അവര് തമ്മിൽ സംസാരിച്ചിട്ട് എങ്ങനെ ശകാരിച്ചു ഒക്കെ തീർത്തത്. അങ്ങനെ ബാഗ് വാങ്ങിച്ചു. ഞാൻ ഉദ്ദേശിച്ചില്ല, ഞാനിവിടെ ഏതാണ്ട് എത്ര ഉണ്ടെന്ന് അറിയാന്ന്. അപ്പൊ അതല്ലേ എന്റെ സമ്പ്രദായം. അപ്പൊ അവരത് വലിയ ഗൗരവത്തിലെടുത്ത് കൂട്ടും. അവരാൾ കൂടി, ഒരാളല്ല. പഠിപ്പിക്കാനുള്ള എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്നുള്ളതായി. അപ്പൊ അങ്ങനെ കവി ഒരുപാട് സഞ്ചരിച്ച ആളാണ്. ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. കവി ഒരിക്കല് ആ സഞ്ചാരത്തിന് പറഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ കവി 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. ഒരിക്കൽ അവാർഡ് വാങ്ങിക്കാൻ, നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് വലിയൊരു കഥയാണ്. കാരണം അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുമ്പോൾ ചെക്ക് കൊടുക്കുമല്ലോ. ആ ചെക്കില് കവി ഒപ്പിട്ട് മലയാളത്തിലാണ് ഒപ്പിടല്. പി കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞ് മലയാളത്തിൽ. അപ്പൊ അയാൾ മലയാളത്തിൽ ഒപ്പിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. കവിക്ക് ദേഷ്യം വന്നു. അയാൾ മേടിച്ചൊന്ന് പോടാൻ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടും എനിക്ക് പറ്റൂലെങ്കിൽ വേണ്ട തന്നെ ചക്കെന്ന് പറഞ്ഞു. അവസാനം പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്ന് മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇറങ്ങി വന്ന് ഇതിലൊക്കെ പറഞ്ഞ് കവിനെ സമാധാനിപ്പിച്ച് 2ാമത് കൊടുത്താണ് അദ്ദേഹം. അങ്ങനെ വളരെ വാശിക്കാരനാണ്, വളരെ അഭിമാനിയാണ്. അപ്പൊ കവി ഒരിക്കൽ പിന്നെ വീണ്ടും അങ്ങനെയൊക്കെ പലതവണ ഡൽഹി പോയിട്ടുണ്ട്. ഒരിക്കൽ ഡൽഹിയിൽ നിന്ന് വരുമ്പോ ഒരു അന്ധനായ ഒരു ഗായകനും അദ്ദേഹത്തിന്റെ കോച്ചിൽ കയറി. ആ ഗായകൻ എന്ന് പറഞ്ഞാൽ അയാള് ഹിന്ദി പാട്ടാണ് പാടുന്ന എല്ലാം ശിവദാസിന്റെ, തുളസിദാസിന്റെ, കബീർദാസിന്റെ എല്ലാം പാട്ടുകളാണ്. ആ പാട്ട് കവിനെ വളരെ ആകർഷിച്ചു. ആ പാട്ട് അയാളും ഇയാളും കൂടെ തമ്മിൽ വളരെ അടുപ്പത്തിലായി. നമ്മൾ സംസാരിക്കുന്ന ഭൗതികമായ മലയാളം, ഹിന്ദി, തമിഴ് അതല്ല, ഒരാത്മീയ ഭാഷയിൽ
അവര് തമ്മിൽ സംവാദം നടത്തി. അടുത്ത് അവസാനം കവി പിരിഞ്ഞു പോകുമ്പോൾ രണ്ടുപേരും വളരെ ദുഃഖത്തോടു കൂടിയാണ് പിരിയേണ്ടി വന്നത്. ഒരിക്കലും മറക്കാത്തൊരു സംഭവമായിട്ട് അത് കവി പറയുന്നുണ്ട്. അതാണ് ഇത്. ഹരിദ്വാര ഗംഗയിൽ പഴയതോർക്കാണ്. നീണ്ട കവിതയാണ്. ഹോട്ടൽ മുറിയേത് പെട്ടെന്നും വിട്ടു പിരിയവേ സായ്പൂ കരുത്തൻ ശിഷ്യനെ ഏൽപ്പിച്ച ഷാപ്പിലെ ജോലിയ കൈമൈ തളരവേ മൂട്ടയരിക്കുന്ന ഹോട്ടൽ മുറിയിൽ പെട്ടെന്നു നിദ്രയും വിട്ടു പിരിയവേ സായ്പൂക്കരുത്തരൻ ശിഷ്യനെ ഏൽപ്പിച്ച ഷാപ്പിലെ ജോലിയ കൈമൈ തളരവേ പങ്കവും താമര പൂവും തീരക്കുന്നോരൻ കരൾ തട്ടിൽ ചലച്ചിത്രശാലയിൽ ഒന്നതെന്തിനു വീണ്ടും ഹരിദ്വാര ഗംഗാതടത്തിലെ പുണ്യവിവാദമേ പാലലച്ചിന്നോരാശ സരസ്വതി പോലെയൊഴുകുന്നു മുന്നിൽ മന്ദാകിനി തേടും കരളിൽ തണലാശ്രമ വാണിയുൾ കൊള്ളും ഋഷികേശമാകമായി പുണ്യ ഹരിദ്വാര ഗംഗയായ ഇന്ദ്ര കന്യ കൃഷകാത്രി ജീവന സുന്ദരി ഈയലമാലയിൽ നീന്തുകയാം ഭാരതീയ കവികൾ പ്രാണമരുത്തുഴേ പാവനും ദൂരന്നു കാണാം ഹിമാലയ പാദനഗംഗണം മാമല ചാത്തുകളേ വാനത്തു നക്ഷത്രരാജിയും ഗംഗയിൽ ദീപസഹസ്രവും മിന്നുന്നോരന്തി പുണ്യ ഹരിദ്വാരം ഗംഗയെ കൈകൂപ്പി നിന്നു വിട വാങ്ങി കോച്ചിൽ കയറിനേ തെല്ലിട ചിന്താസ്മിത അവിടെ സ്പീഡിൽ പാടാം തെല്ലിട ചിന്താസ്മിതനായ ദില്ലിയിലേക്ക് പുറപ്പെടും വണ്ടി തെല്ലിട ചിന്താസ്മിതനായ ദില്ലിയിലേക്ക് പുറപ്പെടും വണ്ടി ഏറെയില്ല വണ്ടി നിങ്ങൾ സമയം അന്നേരം കയറിയോരന്തനം വായകൻ അവിടെ ചിരിപ്പറിഞ്ഞു നാറുന്നോരുടുപ്പുമായി കേറിയോരന്തന യാത്രയിൽ പ്രശ്നമായി നിദ്ര തുറന്ന മിഴിപ്പോൾ വെളിച്ചത്തെ ഭദ്രമായി മുഴുമടപ്പൂതിരിക്കയാ അവിടുന്നല്ലേ തോഴരായന്തനെ പുൽകി നിൽപ്പും സൂരദാസും കബീരും തുളസിയും മീരയും അവരുടെയൊക്കെ പാട്ടുകളാണ് ഇയാൾ പാടിക്കൊണ്ട് ഭജനം പാടിക്കൊണ്ട് അന്തനാം ഗായകൻ പുത്തനിഴലും മിന്നലും വർഷവും യാത്രികത്തിൽ കിടന്നിതരാത്രി രണ്ടു ജോഡിയില ദൃശ്യബന്ധങ്ങളാലന്ധ നവയുവ ഗായകൻ മിത്രമായി
അടുപ്പത്തിലായി നിങ്ങൾ. ഇനി നമുക്ക് അവസാനത്തെ വരി പാടിയാ പോലെ. എവിടെ മുല ഇവിടെ എടുക്കാം. മർത്യൻ മർത്യനുപേക്ഷിച്ച ഭാരത ഭൂമിയിലെ ഇരുകലോപാസകർ രണ്ടുപേര് വിങ്ങുന്ന ദാരിദ്ര്യതാപം കേടുമാറുമുങ്ങിയ പുണ്യ ഹരിദ്വാര ഗംഗയിൽ പ്രാർത്ഥിച്ചു ഉള്ളിൽ വന്നരുതെന്നോമി പാറ പിളക്കുന്ന ഗംഗ തന്നിച്ചത്. ഒരുപാടുണ്ട് വരികൾ. സമയം കവിത നോക്കുള്ള ഒരു പ്രശ്നം വരികൾ കുറെ ഉണ്ടാവുന്നു. അത് ഇടയ്ക്ക് നമ്മൾ മുറിച്ചിട്ട് എടുക്കുന്നതും പ്രശ്നമാവുന്നുണ്ട്. അതന്നെ നീണ്ടു പോകുമ്പോഴേക്ക് ഇത് കയറുന്നില്ല. ഏതായാലും അടുത്ത കവിതയുമായി അടുത്ത പ്രാവശ്യം.